ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കില്ലെന്ന് ഐക്യ മലയരയ മഹാസഭ. പങ്കെടുക്കുമെന്ന വാർത്തകൾ ജനറൽ സെക്രട്ടറി പി.കെ. സജീവ് തള്ളി. വിവരങ്ങളുമായി ടോബി ജോൺസൺ ചെയ്യുന്നു. ടോബിയും ഈ ഐക്യ മലയര സഭ നേരത്തെ തന്നെ അവരുടെ ചില അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാരുമായി നിരന്തരം സംവാദത്തിലായിരുന്നു. ഇടയ്ക്ക് 11 അവകാശങ്ങൾ സംരക്ഷിക്കാൻ കത്ത് നൽകുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതിലൊരു തീരുമാനം ഉണ്ടായില്ല എന്നതാണോ അവരുടെ പ്രശ്നം? ആഷ്മി, തീർച്ചയായിട്ടും 1949 മുതൽ ഈ അവകാശം, അതായത് മകരവിളക്ക് തെളിയിച്ചിരുന്ന അവരാണ് 1949 വരെ. അതിനുശേഷം പല അവകാശങ്ങളും അവർക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെയാണ് 75 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പോരാട്ടത്തിലേക്ക് അവർ കടന്നത്. ഒരു 11 ആവശ്യങ്ങളാണ് പ്രധാനമായിട്ടും അവർ മുന്നോട്ട് വെച്ചത് ഈ അവകാശങ്ങൾ സംബന്ധിച്ച്. പക്ഷേ അതൊന്നും മന്ത്രിമാരോ സർക്കാരോ മാറി മാറി വന്ന സർക്കാരുകളോ ഒന്നും തന്നെ ചെവിക്കൊണ്ടില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനെയൊരു സംഗമത്തോട് യോജിച്ച് പ്രവർത്തിക്കാൻ സാധിക്കത്തില്ല എന്നാണ് പി.കെ. സജീവൻ പറയുന്നത്. അത് ഒരു വാർത്താക്കുറിപ്പായിട്ട് തന്നെ ഇറക്കിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു മലയര മഹാസഭ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കില്ല എന്നാണ് ഇപ്പോൾ ഒരു വാർത്താക്കുറിപ്പിലൂടെ അവർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നേരത്തെ തന്നെ നവോത്ഥാന സമിതിയിൽ നിന്നൊക്കെ അവർ വിട്ടിരുന്നു. കാരണം നവോത്ഥാന സമിതിയിൽ അത് മര്യാദയ്ക്കുള്ള ഒരു രീതിയിലല്ല കാര്യങ്ങൾ നടക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷേധം അറിയിച്ചുകൊണ്ടാണ് അവർ വിട്ടത്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നത്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.